എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഇവിടെ നമ്മൾ 214 ചോദ്യമായിട്ടാണ് തന്നിരിക്കുന്നത്. പ്രഗ്നൻറ്റ് വുമൺ മേ എക്സ്പീരിയൻസ് സ്വെല്ലിംഗ് ഇൻ ദെയർ ആങ്കിൾസ്, ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. അതായത് ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീര് വയ്ക്കുക ഇൻ ദെയർ അവരുടെ ആങ്കിൾസിനും ഫീറ്റിനും കാലിനും അതുപോലെ കൈകൾക്കുമൊക്കെ നീര് വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വിച്ച് ആർ ദ പ്ലേസസ് എ പ്രഗ്നൻറ്റ് വുമൺസ് ബോഡി വിൽ ഫൈൻഡ് സ്വെല്ലിംഗ്? ഏതെല്ലാം ബോഡി ശരീരഭാഗങ്ങളിലാണ് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് നീര് വയ്ക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ ഇൻ ആങ്കിൾസ്, ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. അതായത് ആങ്കിളുകളിലും ഫീറ്റിലും കൈകളിലുമാണ്. ഇനി 215 ചോദ്യം. പ്രഗ്നൻറ്റ് വുമൺ മേ എക്സ്പീരിയൻസ് ഫുഡ് ക്രൈവിംഗ് ഓർ അവേർഷൻസ്. അപ്പോൾ എന്താണ് 215 ചോദ്യത്തിനകത്ത് വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രഗ്നൻറ്റ് വുമൺ ടുവേർഡ്സ് ഫുഡ്? എന്താണ് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ഫുഡിനോടുള്ള ആറ്റിറ്റ്യൂഡ്? അപ്പോൾ അത് രണ്ട് രീതിയിലായിരിക്കാം. പ്രഗ്നൻറ്റ് വുമൺ മേ എക്സ്പീരിയൻസ് ഫുഡ് ക്രൈവിംഗ്, അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തിന്നാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കാണും. നമ്മൾ നാടൻ ഭാഷയിൽ വാക്കൂളെന്നൊക്കെ പറയും. വാക്കൂളെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. വാക്കൂൾ ഇറങ്ങിയേക്കുവാണെന്ന് പറഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീക്ക് കഴിക്കാനുള്ള ആഗ്രഹം തോന്നും. ഓർ അവേർഷൻ, ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് അവൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല അവയുടെ മണം തന്നെ അവൾക്ക് എന്തായിരിക്കുന്നു അരോചകമായി തീരുകയും ഛർദിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രഗ്നൻറ്റ് വുമൺ മേ എക്സ്പീരിയൻസ് മൂഡ് സ്വിങ്ങിങ്, എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ആങ്സൈറ്റി. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഗ്നൻറ്റ് വുമൺസ് മൂഡ്? അതായത് എന്താണ് ഒരു സ്ത്രീയുടെ പ്രഗ്നൻറ്റ് വുമണിൻ്റെ മൂഡിന് വരുന്ന മൂഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു മനോഭാവം. അപ്പോൾ അവളുടെ ആ മനോഭാവത്തിലുണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ ഏതെല്ലാമാണ്? അതോടൊപ്പം തന്നെ എന്താണ് അവൾക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്ങിങ്, അതായത് മനോനിലയിൽ മനസ്സിൻ്റെ ഒരു ചില മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ് മനസ്സിന് വ്യതിയാനം ഉണ്ടാകാറുണ്ട്. പിന്നെ എന്താ അവൾക്കുണ്ടാകുന്നത് എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയും. അതായത് വൈകാരിക അസന്തുലിതാവസ്ഥ. അതായത് എങ്ങനെ പെരുമാറുമെന്ന് അറിയാൻ പറ്റില്ല. ചില സമയത്ത് അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചില സമയത്ത് വളരെ സന്തോഷമായിട്ടിരിക്കും, ചില സമയത്ത് ഭയങ്കര ദുഃഖിച്ചിരിക്കണ പോലെ തോന്നും, ചില സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകും. സോ വാട്ട് ആർ ദ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക എന്തെല്ലാമാണ് മാനസികമായിട്ട് ഒരു ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക മൂഡ് സ്വിങ്ങിങ്, എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ആങ്സൈറ്റി എന്ന് എഴുതുക. ഇനി 217 ചോദ്യം. മോസ്റ്റ് ഓഫ് ദ ചേഞ്ചസ് ഇൻ പ്രഗ്നൻറ്റ് വുമൺ ആർ റിവൈസബിൾ ആഫ്റ്റർ പച്ചുറേഷൻ. വാട്ട് ഹാപ്പൻ ടു ദ ചേഞ്ചസ് ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ ആഫ്റ്റർ പാച്ചുറേഷൻ? അതായത് പാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവാനന്തരം ഈ ഗർഭിണിയായിരുന്ന സ്ത്രീക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് എന്ത് പറ്റും? മോസ്റ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ പ്രഗ്നൻറ്റ് വുമൺ, അതായത് ഗർഭിണിയായ സ്ത്രീയിലുണ്ടായ മാറ്റങ്ങളെല്ലാം റിവൈസബിൾ, അവയെല്ലാം മാറി സാധാരണ പോലെ ആ സ്ത്രീ ആയിത്തീരും. ഓക്കെ, ഇനി 218 ചോദ്യം. അമ്മ മനസ്സു ഈസ് എ കൗൺസിലിംഗ് സർവീസ് ടു റിസോൾവ് മെൻ്റൽ കോൺഫ്ലിക്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അമ്മ മനസ്സു? അമ്മ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മ മനസ്സ് ഈസ് എ കൗൺസിലിംഗ് സർവീസ്, അതൊരു കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സർവീസാണ്. ടു റിസോൾവ് മെൻ്റൽ കോൺഫ്ലിക്റ്റ്, അതായത് സ്ത്രീക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടി കൗൺസിൽ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് വിത്ത് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവ സമയത്തും ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടി കൗൺസിലിംഗ് നടത്തുന്ന ഒരു സംഘടനയാണ് അമ്മ മനസ്സ് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ഓൺഡ് പ്രോഗ്രാമാണ്. ഇനി എന്താണ് നമ്മൾ പോകുന്നത്? 219 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി വുമൺ മേ എക്സ്പീരിയൻസ് നൗസിയ, വൊമിറ്റിംഗ്, ഫെറ്റീഗ്, ജെസ്റ്റേഷണൽ ഡയബറ്റ്, ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഡിപ്രഷൻ. വാട്ട് ആർ ദ എക്സ്പീരിയൻസസ് എ പ്രഗ്നൻറ്റ് വുമൺ അണ്ടർഗോസ്? അതായത് ഗർഭിണിയായ ഒരു സ്ത്രീ എന്തെല്ലാം അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഒന്നാമതായിട്ട് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് അനുഭവപ്പെടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് അനുഭവപ്പെടുന്നത് എന്താണ്? നൗസിയ അല്ലെങ്കിൽ മനം പുരട്ടൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് വൊമിറ്റിംഗ് എന്ന് പറയും അല്ലെങ്കിൽ ഛർദി എന്ന് പറയും. മൂന്നാമതായിട്ട് ഫെറ്റീഗ് എന്ന് പറയും, അതായത് വളരെ ക്ഷീണതയായിട്ട് കാണപ്പെടും. ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് എന്ന് പറയും, അതായത് ഗർഭകാല പ്രമേഹം എന്ന് പറയും. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസിക സംഘർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ദിസ് ആർ
ദ സ്ട്രഗിൾസ് എ പ്രഗ്നൻറ്റ് വുമൺ അണ്ടർഗോസ്. ഈ രീതിയിലെല്ലാമാണ്, ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളെല്ലാമാണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 220-ാമത്തെ ചോദ്യത്തിലേക്കാണ്. പ്രഗ്നൻറ്റ് വുമൺ ഷുഡ് ടേക്ക് എ ബാലൻസ്ഡ് ഡയറ്റ് ടു ഗെറ്റ് ഇനഫ് റെസ്റ്റ് ആൻഡ് അറ്റൻഡ് റെഗുലർ ആൻറ്റിനാറ്റൽ ചെക്കപ്പ്. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് എ പ്രഗ്നൻറ്റ് വുമൺ ഷുഡ് ടേക്ക് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്? വാട്ട് ആർ തിങ്സ് എ പ്രഗ്നൻറ്റ് വുമൺ ഷുഡ് ടേക്ക് കെയർ. ഏതെല്ലാം കാര്യങ്ങൾ എന്താണ് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതാം. പ്രഗ്നൻറ്റ് വുമൺ ഷുഡ് ടേക്ക് എ ബാലൻസ്ഡ് ഡയറ്റ്. അതായത് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരു സമീകൃത ആഹാരമാണ് എപ്പോഴും കഴിക്കേണ്ടത്. ഓക്കെ, ടു ഗെറ്റ് ഇനഫ് റെസ്റ്റ്, അതുപോലെ തന്നെ ആവശ്യത്തിന് റെസ്റ്റും കിട്ടണം. ആൻഡ് അറ്റൻഡ് റെഗുലർ ആൻറ്റിനാറ്റൽ ചെക്കപ്പ്, അതായത് ഗർഭകാല ചെക്കപ്പുകൾ, പരിചരണങ്ങൾ കൃത്യമായിട്ട് അവൾ പോകേണ്ടതും അനിവാര്യം ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട് എന്ന്. ഇനി നമ്മൾ പേജ് നമ്പർ 124 124ലേക്കാണ് പോകുന്നത്. എല്ലാവരും ആ പേജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് എടുത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ പോകുന്നു 221-ാമത്തെ ചോദ്യം. എക്സസീവ് വർക്ക് ക്യാൻ ഇമ്പാക്റ്റ് പ്രഗ്നൻറ്റ് വുമൺസ് ഫിസിക്കൽ ഹെൽത്ത്. അതായത് കഠിനമായിട്ടുള്ള വർക്ക്, വാട്ട് ഹാപ്പൻസ് ഇഫ് എ പ്രഗ്നൻറ്റ് വുമൺ ഡു ഹാർഡ് വർക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക എ പ്രഗ്നൻറ്റ് വുമൺസ് എക്സസീവ് വർക്ക് ക്യാൻ ഇമ്പാക്റ്റ് പ്രഗ്നൻറ്റ് വുമൺസ് ഫിസിക്കൽ ഹെൽത്ത്. അത് അവളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ് ഇമ്പാക്റ്റ്, അതായത് ശരിയല്ലാത്ത രീതിയിൽ ബാധിക്കും. എന്ത്? എക്സസീവ് വർക്ക്, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണിയായ സ്ത്രീകളെ കൊണ്ട് ഒത്തിരി പണി ചെയ്യിക്കരുത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 222-ാമത്തെ ചോദ്യം. ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ഡയറ്റ് ക്യാൻ ഇമ്പാക്റ്റ് എ പ്രഗ്നൻറ്റ് വുമൺസ് ഫിസിക്കൽ ഹെൽത്ത്. അപ്പം ഇഫ് ദർ ഈസ് നോ പ്രോപ്പർ ഡയറ്റ് വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഗ്നൻറ്റ് വുമൺ? ആബ്സെൻസ് ഓഫ് എ പ്രോപ്പർ ഡയറ്റ്, അതായത് ശരിയായ രീതിയിൽ ഇല്ലാത്ത ഭക്ഷണം എന്ത് ചെയ്യും? ക്യാൻ ഇമ്പാക്റ്റ്, അതിനും ഒരു പരിണിത ഫലമായിട്ട് എന്ത് പറ്റും? പ്രഗ്നൻറ്റ് വുമൺസ് ഫിസിക്കൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാം. അതായത് ഗർഭിണിയായ സ്ത്രീയുടെ ശാരീരിക ആരോഗ്യത്തെ നഷ്ടപ്പെടുത്താം. ഇനി 223-ാമത്തെ ചോദ്യം. ഇംപ്രോപ്പർ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ക്യാൻ അഫക്റ്റ് പ്രഗ്നൻറ്റ് വുമൺസ് ഹെൽത്ത്. ഇഫ് ദർ ഈസ് നോ ഇംപ്രോപ്പർ ഹെൽത്ത് ആൻഡ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് വാട്ട് ഹാപ്പൻ ടു ദ പ്രഗ്നൻറ്റ് വുമൺ? അതായത് ശരിയായ രീതിയിലുള്ള എന്താണ് പറയുന്നത്, റെസ്റ്റും അതുപോലെ സ്ലീപ്പും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉറക്കവും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയുടെ ആരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കും. ഇനി 224-ാമത്തെ ചോദ്യമാണ്. സ്ട്രെസ്ഫുൾ ഈവൻസ് ഇൻ ലൈഫ്, അതായത് പ്രയാസകരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്ന ഈവൻസ് എന്താണ്? ടെൻഷനുള്ള ഈവൻസ് ലൈക്ക് പോവർട്ടി, വയലൻസ് ഇൻ ദ പ്രഗ്നൻസി പീരിയഡ് ക്യാൻ അഫക്റ്റ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ പ്രഗ്നൻറ്റ് വുമൺ. ഹൗ ദ മെൻ്റൽ ഹെൽത്ത് ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ ക്യാൻ ബി അഫക്റ്റഡ്? ഏതെല്ലാം രീതിയിൽ ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ മാനസിക ആരോഗ്യത്തെ അത് അഫക്റ്റ് ചെയ്യും? ഓക്കെ, സ്ട്രെസ്ഫുൾ ഈവൻസ് ഇൻ ലൈഫ്, അതായത് ദുഷ്കരമായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതും പോവർട്ടിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും വയലൻസ് അല്ലെങ്കിൽ അക്രമങ്ങളും ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ആരോഗ്യത്തെ, മാനസിക ആരോഗ്യത്തെ വളരെ കാര്യമായിട്ട് ബാധിക്കുവാനായിട്ട് സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി 225-ാമത്തെ ചോദ്യം. അബ്യൂസ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി. അതായത് മെൻ്റൽ ഹെൽത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അഫക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്, ഹാനികരമായിട്ട് ഭവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വേറെ ഏതെല്ലാം കാരണങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെല്ലാം കാരണങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ് ഓഫ് യൂസിങ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ഡ്യൂറിങ് പ്രഗ്നൻസി? അതായത് ആൽക്കഹോൾ, മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് ഗർഭിണികൾക്ക് എന്ത് പറ്റും? അവർക്ക് എന്ത് പറ്റും? അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക ആരോഗ്യത്തിന് അത് ഹാനികരമായിട്ട് ബാധിക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനി 226-ാമത്തെ ചോദ്യം. എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബേബി. അതായത് വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഈസ് എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഫോർ ദ പ്രഗ്നൻറ്റ് വുമൺ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ഓൺ ദ ബേബി എന്ന് ചോദിക്കും. ഹൂ ഈസ് ഇൻ ദ വൂം അല്ലെങ്കിൽ യൂട്രസ്, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ എങ്ങനെയാണ് സമീകൃതമായ ആഹാരം അമ്മ കഴിക്കുന്നത് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്? ആ ബാലൻസ് ഡയറ്റ് ഒരമ്മ കഴിച്ചാൽ, എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭകാലത്ത് ഒരമ്മ ഒരു ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചാൽ
വെച്ചാൽ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ്, അത് നേരിട്ട് ആ ശിശുവിൻ്റെ വളർച്ചയെ, ഗ്രോത്തിനെയും അതുപോലെ തന്നെ വികാസത്തിനെയും വളരെയധികം നന്നായിട്ട് സഹായിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം.